നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ എപ്പോൾ കഴിക്കുന്നു എന്നതും അത്ര തന്നെ പ്രധാനമാണ്. പലപ്പോഴും രാത്രിയിൽ നാം കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ നമ്മുടെ ഉറക്കത്തെയും ദഹനത്തെയും സാരമായി ബാധിക്കാറുണ്ട്. നല്ല ഉറക്കം ലഭിക്കാനും ആരോഗ്യത്തോടെ ഇരിക്കാനും രാത്രിയിൽ ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി, രാത്രി ഭക്ഷണത്തിൽ എരിവും മസാലയും അമിതമായി ഒഴിവാക്കൽ നമ്മൾ തുടരണം. മസാലകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ വയറിൽ അസിഡിറ്റി ഉണ്ടാക്കാനും നെഞ്ചിരിച്ചിലിനും കാരണമാകും. ഇത് ഉറക്കത്തെ സാരമായി തടസ്സപ്പെടുത്തുന്നു. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ദഹനം സുഗമമാക്കാനായി എപ്പോഴും ലഘുവായ ഭക്ഷണമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ രാത്രിയിൽ മധുര പലഹാരങ്ങൾ, ചോക്ലേറ്റുകൾ, കേക്കുകൾ എന്നിവ കഴിക്കുന്നതും നല്ലതല്ല. ഇതിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര രക്തത്തിലെ ഗ്ലൂക്കോസ് നില പെട്ടെന്ന് വർദ്ധിപ്പിക്കുകയും ശരീരത്തിന് അമിതമായ ഊർജം നൽകുകയും ചെയ്യും. ഇത് ഉറക്കം വരാൻ താമസം വരുത്തുന്നു. രാത്രിയിലെ ബർഗർ, പിസ്സ തുടങ്ങിയ ജങ്ക് ഫുഡുകൾ ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നതിനാൽ അവയും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന കാര്യം കഫീൻ അടങ്ങിയ പാനീയങ്ങളാണ്. പലർക്കും രാത്രിയിൽ ചായയോ കാപ്പിയോ കുടിക്കുന്ന ശീലമുണ്ട്. എന്നാൽ ഇവയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ തലച്ചോറിന് ഉണർവോടെ ഇരിക്കാൻ പ്രേരിപ്പിക്കും. ഇത് രാത്രിയിൽ ഗാഢമായ ഉറക്കം ലഭിക്കുന്നത് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഉറങ്ങുന്നതിന് കുറഞ്ഞ് 5 മണിക്കൂർ മുമ്പെങ്കിലും കാപ്പി കുടിക്കുന്നത് നിർത്തേണ്ടതാണ്. കൂടാതെ ചുവന്ന ഇറച്ചി അഥവാ റെഡ് മീറ്റ് രാത്രിയിൽ കഴിക്കുന്നത് ഒഴിവാക്കണം. പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയ ഇത്തരം മാംസം ദഹിക്കാൻ ആമാശയത്തിന് വലിയ അധ്വാനം ആവശ്യമാണ്. രാത്രിയിൽ നമ്മുടെ ശരീരം വിശ്രമാവസ്ഥയിലേക്ക് നീങ്ങുന്ന സമയമായതിനാൽ കടുപ്പമേറിയ ഭക്ഷണങ്ങൾ ദഹനക്കേടിനും അസ്വസ്ഥതക്കും കാരണമാവും. ഇറച്ചി വിഭവങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനാണ് ശ്രദ്ധിക്കേണ്ടത്. നല്ല ഉറക്കം ആരോഗ്യത്തിന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് രാത്രി ഉറങ്ങുന്നതിന് 3-4 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിക്കാൻ ശീലിക്കുക. പഴങ്ങൾ, പാല്, ലഘുവായ കഞ്ഞികൾ എന്നിവ രാത്രി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇത്തരം അറിവുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.